നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പി ഗോവ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സതീഷ് ഖനോക്കർ എന്ന നേതാവിനെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. മോർജിം എന്ന സ്ഥലത്ത് നിന്നുള്ള ജനകീയ നേതാവ് മാത്രമല്ല, അദ്ദേഹത്തിന് അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പി നേതൃത്വത്തിൽ തന്നെ വലിയ തോതിൽ ഒരു ശക്തമായ ധ്രുവീകരണം നടക്കുന്നുണ്ട്. പ്രമോദ് സാവന്തിനെ എതിർക്കുന്നവർ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇപ്പോഴിതാ പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുകയാണ് ബി.ജെ.പി. അവരുടെ ഏറ്റവും ശക്തമായ തുറുപ്പ് ചീട്ടുകളിൽ ഒരാളായിട്ടുള്ള സതീഷ് ഖനോക്കർ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഒപ്പം അനുയായികളായ നൂറുകണക്കിന് പേരെയും ചേർത്തുകൊണ്ട്, അതും പ്രാദേശിക പഞ്ചായത്ത് മെമ്പേഴ്സ് ഉൾപ്പെടെ അതിനകത്ത് വരുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഇങ്ങനെ വന്നാൽ തീർച്ചയായും ഗോവയിൽ കോൺഗ്രസ് അധികാരം പരിപൂർണമായി പിടിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. നിലവിൽ കോൺഗ്രസിന് ഭരണമില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ബി.ജെ.പിയാണ് ഭരിക്കുന്ന, പ്രമോദ് സാവന്താണ് മുഖ്യമന്ത്രി. പക്ഷേ 2027 തുടക്കത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി ഗോവയിൽ ബി.ജെ.പിയുടെ ഒരു അടവ് നയവും നടക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. സതീഷ് ഖനോക്കർ കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിച്ച് പറഞ്ഞൊരു കാര്യം, ബി.ജെ.പിയുടെ അടിത്തറ ഗോവയിൽ ഇളകി കഴിഞ്ഞിരിക്കുന്നു, ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി മാത്രം കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ്. തനിക്ക് കോൺഗ്രസ് യാതൊരുവിധ ആനുകൂല്യങ്ങളും തന്നില്ലെങ്കിലും താൻ ബി.ജെ.പിയുടെ അന്തകനായി പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സതീഷ് ഖനോക്കർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇത്രയേറെ ജനകീയമായ പ്രക്ഷോഭങ്ങളും ആ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ വിജയങ്ങളും ഒക്കെ ബി.ജെ.പിക്ക് എങ്ങനെ തിരിച്ചടിയാകുന്നു എന്ന് വിലയിരുത്താൻ കഴിയുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പല സംസ്ഥാനങ്ങളും ബി.ജെ.പി അപ്രതീക്ഷിതമായി പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഇതിനു മുമ്പുണ്ട്. ബംഗാളിലും ബീഹാറിലുമൊക്കെ ബി.ജെ.പി അവരുടെ മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ചെടുത്തു. പക്ഷേ അവരുടെ നിലവിലെ ശക്തി ദുർഗമായ ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ കാലിടറുന്ന കാഴ്ചയാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് മാറും എന്ന് മാത്രമല്ല, പരമ്പരാഗത ശക്തി ദുർഗങ്ങളെല്ലാം തകർന്നു വീഴുമ്പോൾ അത് ദേശീയ തലത്തിൽ ബി.ജെ.പി നേതൃത്വത്തിനും സംഘപരിവാറിനും കൊടുക്കുന്ന ഒരു സന്ദേശം വളരെയധികം സ്പഷ്ടമായിരിക്കുമെന്നും വ്യക്തമാക്കുന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗോവ അതിൻ്റെ ഒരു തുടക്കമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. ഗോവ മാത്രമല്ല, ഹിമാചലിലും ബി.ജെ.പി നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് എത്തുകയാണ്. പല സംസ്ഥാനങ്ങളിൽ, അടുത്തതായി ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ ഈ ഒരു പ്രതിഭാസം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ്.